നമുക്കിന്നൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. ഇതിനായി ഒരു പാത്രത്തിലേക്ക് അല്പം ഓയിൽ ചേർത്ത് ബിരിയാണി അരി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. അരി നന്നായി ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി അരി റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവാള, അതുപോലെ പട്ട, കറാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പുതിന ഇല, മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ബിരിയാണി അരി ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. സവാളയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ മസാലയിലേക്ക് പച്ചമുളകും നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ചെറുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഈ ചെറുള്ളി ചതച്ചത് ബിരിയാണിയിലേക്ക് ടേസ്റ്റ് കൂട്ടുന്നതാണ്. ഇനി മസാലയിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ചോറ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് സവാള ഫ്രൈ ആക്കി മാറ്റി വെക്കാം. സവാള നന്നായി ഫ്രൈ ചെയ്തത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. മസാലയിലേക്ക് പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും മിക്സാക്കി വെക്കണം. ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മാറ്റി വെക്കുന്നത്. മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യണം. അതിനായി ചോറ് അല്പം മാറ്റി വെക്കണം. എന്നിട്ട് ഒരു ലെയർ ആക്കണം. അതിലേക്ക് പുതിനയില, മല്ലിയില, പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇതൊരു ലെയറാക്കി അതിൽ കുറച്ച് ചോറിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയില മേലോട്ട് കൊടുക്കണം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്.